കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടിലൂടെ, എന്റെ ഫാമിലിക്ക് കിട്ടിയ ഒരു റിസൾട്ടിലൂടെയാണ് ഞാൻ ഈ അവസരത്തിൽ എത്തിയത്. പുഞ്ചം പ്രോഡക്റ്റായ ഊണ്ട് ഹീലാണ് അതിന് കാരണക്കാരൻ. എന്റെ അമ്മയ്ക്ക് 1.5 മാസമായിട്ട് ഷുഗർ വന്ന് കാല് പഴുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എല്ലാം ഡെയിലി കൊണ്ടുപോയി മരുന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്റെ ബ്രദർ വഴി, എന്താ വെച്ചാൽ നമ്മുടെ STC ലീഡറായ ബിജു സാറ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വഴി വാങ്ങിച്ചതാണ് ആ ഊണ്ട് ഹീലിങ്. ആ ഊണ്ട് ഹീലിട്ട് പക്ഷെ അപ്പോഴത്തേക്ക് കാല് ഉണങ്ങാൻ തുടങ്ങി. അപ്പോഴത്തെ അത് ആ ഒരു കാരണം കൊണ്ട് എന്റെ ഹസ്ബൻഡിന് 18 വർഷമായിട്ടുള്ള വെരിക്കോസ് അൾസർ ആയിരുന്നു. ആദ്യമേ വെരിക്കോസ് വെയിൻ ആയിരുന്നു, ആദ്യമേ പൊട്ടിയില്ല, ഗൾഫിൽ നിന്ന സമയങ്ങളിലായിരുന്നു അത്. പക്ഷെ പിന്നീട് അത് പൊട്ടി ഭയങ്കര ഒരു മുറിവായിട്ട് മാറി. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ ബിജു സാറും പ്രമോദ് സാറും ഇവിടെ വന്നു. ഈ വന്ന സമയത്ത് ഒരു 7 ലക്ഷം രൂപ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന് ഓപ്പറേഷൻ ആയിട്ടും ലേസർ ചികിത്സയ്ക്ക് ആയിട്ടും ഒക്കെ ഞങ്ങൾ അട്ടേക്കൊണ്ടൊക്കെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെ കുറെ ചികിത്സിച്ചിരുന്ന, ഇനി ഈ കാലുകൊണ്ട് എന്ത് ചെയ്യും, എന്ത് ചികിത്സ കിട്ടിയാലും ഞങ്ങൾ ചെയ്യും എന്നൊരു അവസരത്തിലാണ് അമ്മയ്ക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അപ്പോഴിവിടെ വന്ന് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് തന്നു. ഞങ്ങൾ അത് ഏറ്റെടുത്ത് എന്ത് കഴിച്ചാലും എന്ത് കഴിക്കാനും എന്ത് പുരട്ടാനും തയ്യാറായ സമയത്താണ് ചാബിതലവും ഊണ്ട് ഹീലിങ്, ഡെയിലി ഡിറ്റോക്സ്, ബ്ലഡ് പ്യൂരിഫയർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച്, എന്ന് വെച്ചാൽ ഒരു വലിയ മുറിവ് ഉണങ്ങി കിട്ടാത്ത ഒരു മുറിവ് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ അത് കഴിച്ച ആ സമയത്ത് അതിന്റെ കൂടെ 95ഉം പിന്നീടാണ് അത് കഴിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 8 മാസം കൊണ്ടാണ് ഞങ്ങൾ ആ മുറിവ് ഉണക്കിയെടുത്തത്. അതുവരെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഇവിടെ നാട്ടിൽ ഞങ്ങൾ ഹോട്ടൽ നടത്തിയാണ്. ഹസ്ബൻഡിന് വണ്ടി എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യങ്ങൾ ആയിരുന്നു. മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ വണ്ടി വേറെ വിളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ വളരെ വ്യത്യാസം ഉണ്ടായി. ഇപ്പം നല്ല ഹെൽത്തിയാണ്, ആരോഗ്യവാനാണ്. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ വർഷത്തന്നെ 10 വർഷം കൊണ്ട് ശബരിമല പോവാതിരുന്നത് മല കയറി പളനി അമ്പലത്തിൽ പോയി. പിന്നീട് അതിനുശേഷം ഞങ്ങൾ തിരുപ്പതി പോയി. അത് ഒരു വലിയ റിസൾട്ടാണ്. ഈ വെരിക്കോസ് വെയിന് പ്രൊഡക്റ്റുമായിട്ട് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ശാരീരികമായ അസ്വസ്ഥത മുഴുവൻ കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വയ്യായ്ക കൊണ്ട് ജീവിതം ഒരു വഴിമുട്ടി നിൽക്കുക, വളരെ നാളിനി ജീവിച്ചിരിക്കത്തില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു രണ്ടുപേർക്കും. അവസരം പ്രമോദ് സാറും വിസാറും വന്നപ്പോ ഞാൻ എണീറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കിടക്കയിൽ നിന്ന് വളരെ പൂഞ്ഞു വന്ന കണക്കായിരുന്നു. കാര്യം എനിക്ക് ഡിസ്ക് സംബന്ധമായ വളരെ വളരെ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ എല്ലായിടവും ചെല്ലുമ്പോൾ അതിഭയങ്കരമായ പെയിൻ കില്ലറാണ് തരുന്നത്. അവസാനം നോക്കിയപ്പോൾ അത് ഈ ക്യാൻസറിനൊക്കെ വേദനയ്ക്കൊക്കെ കൊടുക്കുന്ന പെയിൻ കില്ലർ ആണെന്ന് ഞാൻ ഗൂഗിളിൽ കൂടെ അറിഞ്ഞ് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച അവസരത്തിലാണ് വെരിക്കോസിന് പ്രോഡക്റ്റ് ആയിട്ട് വരുത്തിയത്. ആ സമയത്ത് ഞാനത് എനിക്കും വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കഴിച്ചു. ചബിതരും ജെല്ലും നോവലിന ക്യാപ്സൂളും നാറ്റ്സി വന്ന് കഴിച്ചത്. പക്ഷെ ഞാൻ കിടപ്പിലായിരുന്നെങ്കിൽ 1.5 ആഴ്ച ആയപ്പോ എന്റെ ശരീരം നിവർന്ന് വീടിനകത്ത് ഞാൻ ചൂലെടുത്ത് തൂക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര റിസൾട്ടാണ്. അതിന് മുന്നേ തന്നെ എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ ദേഹം മുഴുവൻ വേദനയായിരുന്നു. പക്ഷെ നമ്മൾ ന്യൂട്രൽ ലൈഫ് ഒക്കെ അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഈ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി ആയിരുന്നു ശരീരത്തിൽ. പക്ഷെ എനിക്ക് ഇപ്പം വരെ ആ ശരീരം നല്ല ഹെൽത്തിയാണ് ഞങ്ങൾ രണ്ടുപേരും. ആ അവസരത്തിൽ ഹസ്ബൻഡിന് കൊറോണ വന്ന് ന്യൂമോണിയ ആയ സമയത്ത് അന്ന് നമ്മുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. ഹസ്ബൻഡ് 28 ദിവസം ICU വെന്റിലേറ്ററിലായിരുന്നു. ശ്വാസകോശത്തിലും ന്യൂമോണിയൊക്കെ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന സമയത്താണ് 2 മാസമാണ് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടന്നത്. പിന്നീട് ഓക്സിജൻ സപ്പോർട്ടോട് കൂടിയാണ് വീട്ടിൽ വന്നത്. പിന്നെ എല്ലാ മാസവും 2 ആഴ്ച കൂടുമ്പോൾ, ആദ്യമേ 2 ആഴ്ച കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം, ശ്വാസകോശം എങ്ങനെ ഉണ്ട്, ലങ്സിന്റെ പ്രോബ്ലം ആയിരുന്നു, ചുരുക്കമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞപ്പോ ആയുശ്വാസും കവചപ്രാശവും 95 എല്ലാം കഴിക്കുമായിരുന്നു. ഇത് കഴിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല. നമ്മുടെ പ്രോഡക്റ്റ് കൈ കിട്ടിയതിന് ശേഷം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കോ ഇതിനു വേണ്ടി ഒന്നും. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല ഹെൽത്തിയാണ്. അതേപോലെ തന്നെ എനിക്ക് ഒരു 15 വർഷമായിട്ട് ഷുഗർ ഇംഗ്ലീഷ് മെഡിസിനിൽ നിന്ന് ഉണ്ടായതാണ് ഷുഗർ. പല ഫാസ്റ്റിംഗ് പറയാ, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഷുഗർ ആയിരുന്നു. അപ്പൊ HbA1c ഇൻസുലിൻ ആയിരുന്നു ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ ഇൻസുലിൻ ആയിരുന്നു. അപ്പൊ എന്റെ 2 കാലിലും കുത്തി എനിക്ക് ഭയങ്കര മാനസിക വിഷമമായിരുന്നു. ഇനി ജീവിതകാലം മൊത്തം എനിക്ക് ഇൻസുലിൻ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. ആ അവസരത്തിൽ അമ്മക്ക് ഇത്ര റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഷുഗറിനുള്ള
ഡയബൽ ലൈഫും പ്രോട്ടീൻ പൗഡറും സ്പൈറലിനെയും കഴിക്കാൻ തുടങ്ങി. അപ്പൊ HbA1c നോക്കിയപ്പം 11.53 അത് കഴിച്ച് ഞാൻ 6 മാസം 7 മാസം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പം 6.5 എന്റെ ഷുഗർ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡയബ എല്ലാം കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ പിന്നെ പുറത്ത് കൊടുത്ത റിസൾട്ടുകൾ ഉണ്ട്. അത് സമയമുണ്ടോ സാറേ പറയാൻ? സമയമുണ്ടോ? ഒരു വലിയ റിസൾട്ട് ഒന്ന് പറഞ്ഞേക്കാം പെട്ടെന്ന്. സോറിയാസിസ് 35 വർഷമായിട്ട് ഒരാൾക്ക് സോറിയാസിസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്തെന്ന് പറഞ്ഞ അത് അതിഭയങ്കരമായ ശരീരമൊക്കെ ആണെന്നെങ്കിൽ പാറക്കല്ല് പോലെ ഉറച്ചിരിക്കുകയായിരുന്നു, ചൊറിഞ്ഞ് ഒരിക്കലും മാറത്തില്ല. അവർ കുറെ ട്രീറ്റ്മെന്റ് ചെയ്ത അങ്ങനെ നമ്മള് പ്രോഡക്റ്റ് എടുത്തപ്പോൾ 90% അത് റിസൾട്ട് ആയിട്ടുണ്ട്. അത് കൊടുത്തത് ആന്റി അലർജി, ബ്ലഡ് പ്യൂരിഫയർ, ഇമ്മ്യൂണോ, ലിവാഗൈൻ, പ്രോബയോട്ടിക്, ഡെയിലി ഡിറ്റോക്സ് ഒക്കെ 95 കഴിഞ്ഞ പ്രാവശ്യം 6 മാസം തുടർച്ചയായിട്ട് കഴിച്ച് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നല്ല മാറ്റമുണ്ട്, അവർ വളരെ ഹാപ്പിയാണ്. ഞാൻ നിർത്തിക്കോട്ടെ, ഇനിയുണ്ട് കുറെ റിസൾട്ടുകൾ ഉണ്ട് പറയാൻ. താങ്ക് യു ഷീജ മേഡം. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ കഴിച്ച് ഒരുപാട് റിസൾട്ടുകളുണ്ട്, എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും പുതിയ ആൾക്കാർക്കെല്ലാം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് മേഡം ഒക്കെ ഇത്ര മനസ്സ് കാണിച്ച് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് എല്ലാവരും ആ കോമ്പിനേഷൻ കേൾക്കുക, ക്ഷമയോടുകൂടി ഉപയോഗിക്കുക. ഒരു 6 മാസം ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കേട്ടത്. അപ്പം ഒരാളെ കൂടെ വിളിക്കാനായിട്ട് ഒരു 2 മിനിറ്റ്